സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ ഡി ആണ്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ ഡി ആണ്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് സ്ഥാപിതമായത്? ഉത്തരം ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് സ്ഥാപിതമായത്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് ഏത്? ഉത്തരം നബാർഡാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക്. നബാർഡിൻ്റെ ആസ്ഥാനം ഏത്? ഉത്തരം മുംബൈ ആണ് നബാർഡിൻ്റെ ആസ്ഥാനം. നബാർഡ് സ്ഥാപിതമായതെന്ന്? ഉത്തരം 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത്. കാർഷിക വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം നബാർഡാണ്. കാർഷിക വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത്. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി കൂടിയ തരംഗം ഏത്? ഉത്തരം ഗാമാ കിരണം ആണ്. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി കൂടിയ തരംഗം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്ര? ഉത്തരം 1.62 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം. ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏത്? ഉത്തരം ഗുരുത്വാകർഷണ ബലമാണ് ഏറ്റവും ശക്തി കുറഞ്ഞ ബലം. ഭൂകേന്ദ്രത്തിൽ ഗുരുത്വാകർഷണ ത്വരണം അഥവാ ജി എത്ര? ഉത്തരം ഭൂകേന്ദ്രത്തിൽ ഗുരുത്വാകർഷണ ത്വരണം അഥവാ ജി 0. വൈദ്യുത നിലയങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്ര? ഉത്തരം 11 കിലോ വോൾട്ട് ആണ് വൈദ്യുത നിലയങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ്. പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കാനുള്ള കോണളവേത്? ഉത്തരം 45 ഡിഗ്രിയാണ് പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കാനുള്ള കോണളവ്. ചലനത്തെക്കുറിച്ചുള്ള പഠനമേത്? ഉത്തരം ഡൈനമിക്സ് ആണ് ചലനത്തെക്കുറിച്ചുള്ള പഠനം. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നതേത്? ഉത്തരം ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത്. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന നേർരേഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന നേർരേഖ മുഖ്യ അക്ഷം എന്നറിയപ്പെടുന്നു. ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ഉത്തരം ചന്ദ്രനിൽ സൾഫറിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഉത്തരം കോൺവെക്സ് ലെൻസാണ് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രൊണൈസ്ഡ് ഉപഗ്രഹം ഏത്? ഉത്തരം IRS-1A ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രൊണൈസ്ഡ് ഉപഗ്രഹം. തക്കാളിയുടെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്ന വർണ്ണകമേത്? ഉത്തരം കരോട്ടിനോയിഡുകൾ ആണ് തക്കാളിയുടെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്ന വർണ്ണകം. കോശസിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി ഏത്? ഉത്തരം വൈറസ് ആണ് കോശസിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി. ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഏത്? ഉത്തരം ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോശം. ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം ഏത്? ഉത്തരം PPLO അഥവാ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏത്? ഉത്തരം അണ്ഡമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏത്? ഉത്തരം ബീജമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏത്? ഉത്തരം നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ്സുള്ള കോശം ഏത്? ഉത്തരം നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ്സുള്ള കോശം. രക്തക്കുഴലുകളിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്ക് രക്ത ഒഴുക്ക് തടയുന്ന വാൽവേത്? ഉത്തരം സെമി ലൂണാർ വാൽവാണ് രക്തക്കുഴലുകളിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്ക് രക്ത ഒഴുക്ക് തടയുന്ന വാൽവ്. ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാര്? ഉത്തരം ഐസക് ന്യൂട്ടൺ ആണ് ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ? ഉത്തരം ധ്രുവപ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. ഒരു വസ്തുവിന് ഭൂകേന്ദ്രത്തിൽ അനുഭവപ്പെടുന്ന ഭാരം എത്ര? ഉത്തരം ഒരു വസ്തുവിന് ഭൂകേന്ദ്രത്തിൽ അനുഭവപ്പെടുന്ന ഭാരം 0.
ഭൂമധ്യ രേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ ഭൂഗുരുത്വ ത്വരണം അഥവാ ജിയുടെ മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം ഭൂമധ്യ രേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ ഭൂഗുരുത്വ ത്വരണത്തിന് അതായത് ജിക്ക് മൂല്യം വർദ്ധിക്കുന്നു. ആറ്റം കണ്ടെത്തിയതാര്? ഉത്തരം ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയത്. വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അളവിൽ സംഭരിക്കുന്ന അവയവം ഏത്? ഉത്തരം കരൾ ആണ് വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അളവിൽ സംഭരിക്കുന്ന അവയവം. ആൻറ്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം വൈറ്റമിൻ എ ആണ് ആൻറ്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യം വേണ്ട വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യം വേണ്ട വൈറ്റമിൻ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യം വേണ്ട വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ ഡി ആണ് അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യം വേണ്ട വൈറ്റമിൻ. ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയ ഏത്? ഉത്തരം സാൽമോണല്ല ടൈഫി ആണ് ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയ. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗമേത്? ഉത്തരം മലേറിയയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം. മലേറിയ മാർഷ് ഫീവർ അഥവാ ചതുപ്പ് രോഗം എന്നും അറിയപ്പെടുന്നു. മലേറിയ പരത്തുന്നത് ഏതിനം കൊതുകാണ്? ഉത്തരം അനോഫിലസ് പെൺകൊതുകാണ് മലേറിയ പരത്തുന്നത്. മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മാണു ഏത്? ഉത്തരം പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ് മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മാണു. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ എ ആണ് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ എ എവിടെ സംഭരിക്കപ്പെടുന്നു? ഉത്തരം മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ എ സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവ? ഉത്തരം നിശാന്ധത, സിറോഫ്താൽമിയ എന്നിവയാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ ഡി ആണ് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ. ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ സി ആണ് ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ. പ്രകാശരശ്മി ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് 7 വർണ്ണങ്ങളായി മാറുന്നു. ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രകാശരശ്മി ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം വിസരണം എന്നറിയപ്പെടുന്നു. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ഉത്തരം എ, ഡി, ഇ, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ഉത്തരം ബി, സി എന്നിവയാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹമേത്? ഉത്തരം ലിഥിയമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹം. വൈദ്യുത ചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? ഉത്തരം വെള്ളിയാണ് വൈദ്യുത ചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം. താപചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? വെള്ളി തന്നെയാണ് താപചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം. മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തെ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമേത്? ഉത്തരം ഹൈപ്പോതലാമസ് ആണ് മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തെ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം ഏത്? ഉത്തരം സെറിബ്രം ആണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗം ഏത്? ഉത്തരം കോർട്ടെക്സ് ആണ് സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗം. സെറിബ്രത്തിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം ഏത്? ഉത്തരം മെഡുല്ലയാണ് സെറിബ്രത്തിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം സെറിബെല്ലം ആണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏത്? ഉത്തരം പ്ലാസ്മയാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പെരിസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രതിഭാസം ഏത്? ഉത്തരം പൂർണ്ണാന്തര പ്രതിപതനമാണ് പെരിസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രതിഭാസം. ജലത്തിൻ്റെ അപവർത്തനാങ്കം എത്ര? ഉത്തരം 1.33 ആണ് ജലത്തിൻ്റെ അപവർത്തനാങ്കം. ധ്രുവപ്രദേശത്ത് ജിയുടെ ഏകദേശ മൂല്യം എത്ര? ഉത്തരം 9.83 മീറ്റർ/സെക്കൻഡ് ആണ് ധ്രുവപ്രദേശത്ത് ജിയുടെ ഏകദേശ മൂല്യം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏത്? ഉത്തരം പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന
അടിസ്ഥാന നിയമം. പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവേത്? ഉത്തരം 45 ഡിഗ്രിയാണ് പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ്. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതാര്? ഉത്തരം ഐസക് ന്യൂട്ടനാണ് സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ പ്രവേഗം എത്ര? ഉത്തരം 340 മീറ്റർ പെർ സെക്കൻഡാണ് വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ പ്രവേഗം. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമെന്ത്? ഉത്തരം പ്രതലബലം കൊണ്ടാണ് മഴത്തുള്ളികൾക്ക് ഗോളാകൃതി ലഭിക്കുന്നത്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകമേത്? ഉത്തരം ഹൈഡ്രജനാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം. ഭൂമിയുടെ പലായന പ്രവേഗം എത്ര? ഉത്തരം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം. 1 കിലോഗ്രാം വെയിറ്റ് എന്നത് എത്ര ന്യൂട്ടനാണ്? ഉത്തരം 1 കിലോഗ്രാം വെയിറ്റ് എന്നത് 9.8 ന്യൂട്ടനാണ്. ജലത്തിൻ്റെ സാന്ദ്രത എത്ര? ഉത്തരം ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണമേത്? ഉത്തരം കോൺവെക്സ് ദർപ്പണമാണ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസം എന്ത്? ഉത്തരം ആകാശത്തിന് നീലനിറത്തിന് കാരണം പ്രകാശത്തിൻ്റെ വിസരണം എന്ന പ്രതിഭാസമാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി സംവഹനം എന്നറിയപ്പെടുന്നു. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ കമ്പനങ്ങൾ എന്നറിയപ്പെടുന്നു. തിളയ്ക്കുന്ന ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്ര? ഉത്തരം തിളയ്ക്കുന്ന ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 6.5 ആണ്. എപ്പോഴും ഓക്സീകാരിയായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മൂലകമേത്? ഉത്തരം ഫ്ലൂറിനാണ് എപ്പോഴും ഓക്സീകാരിയായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മൂലകം. വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന ഒരു ലോഹമേത്? ഉത്തരം ടൈറ്റാനിയമാണ് വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന ഒരു ലോഹം. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി നിർമ്മിക്കപ്പെടുന്ന ഒരു ലോഹമേത്? ഉത്തരം കോപ്പറാണ് സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി നിർമ്മിക്കപ്പെടുന്ന ഒരു ലോഹം. സ്വേദനം മൂലം ശുദ്ധീകരിക്കുന്ന ഒരു ലോഹമേത്? ഉത്തരം സിങ്കാണ് സ്വേദനം മൂലം ശുദ്ധീകരിക്കുന്ന ഒരു ലോഹം. ദ്രാവകത്തിൽ ലയിച്ചുണ്ടാകുന്ന കൊളോയിഡീയ ലായനിയെ എന്തു പറയുന്നു? ഉത്തരം ദ്രാവകത്തിൽ ലയിച്ചുണ്ടാകുന്ന കൊളോയിഡീയ ലായനിയെ എമൽഷൻ എന്ന് പറയുന്നു. ഐസിൽ സോഡിയം ക്ലോറൈഡ് ചേർത്താൽ അതിൻ്റെ ദ്രവനിലയ്ക്ക് എന്ത് സംഭവിക്കും? ഉത്തരം ഐസിൽ സോഡിയം ക്ലോറൈഡ് ചേർത്താൽ അതിൻ്റെ ദ്രവനില കുറയുന്നു. ക്രിസ്റ്റൽ രീതിയിൽ ഉള്ള കാർബൺ രൂപം ഏത്? ഉത്തരം വജ്രമാണ് ക്രിസ്റ്റൽ രീതിയിൽ ഉള്ള കാർബൺ രൂപം. അമോണിയ വാതകം ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഉത്തരം കാൽസ്യം ഓക്സൈഡാണ് അമോണിയ വാതകം ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്നത്. കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് എത്ര? ഉത്തരം -273 ഡിഗ്രി സെൽഷ്യസ് ആണ് കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ്. ദ്രവ്യത്തിൻ്റെ 6ാമത്തെ അവസ്ഥ എന്താണ്? ഉത്തരം ദ്രവ്യത്തിൻ്റെ 6ാമത്തെ അവസ്ഥ ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്നറിയപ്പെടുന്നു.